ഹലോ, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? ഇന്ന് ഞാൻ എക്സ്പീരിയൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ടോം ഫോണിൻ്റെ ടസ്കൻ ലെതർ 2007 ലോഞ്ച് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ അത്യാവശ്യം നല്ല ഹൈപ്പായിട്ടുള്ള ഹൈപ്പ് എന്നല്ല, ഫേമസ് ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ടോം ഫോർഡ് ആക്കിയിട്ടുള്ള ടോം ഫോർഡിൻ്റെ ടസ്കൻ ലെതർ, ഊത് വുഡ്, ഓംബ്ര ലെതറൊക്കെയാണ് ടോം ഫോർഡിൻ്റെ പ്രൈവറ്റ് ബ്ലെൻഡിൽ ടോം ഫോർഡിനെ പിടിച്ചു നിർത്തുന്ന കുറച്ച് പെർഫ്യൂംസ്. ബ്ലാക്ക് ഓർക്കിഡ്, വെൽവെറ്റ് ഓർക്കിഡ്, ഈ പെർഫ്യൂംസൊക്കെ ടോം ഫോർഡിനെ അങ്ങനെ അതിനിങ്ങനെ പിടിച്ച് അതിൽ കൂട്ടത്തിൽ പെട്ട ഒരു പെർഫ്യൂം. ഇത് ക്രീഡ് അവൻഡേഴ്സ് പറഞ്ഞ പോലെ, ബക്രാത്രൂഷ് പറഞ്ഞ പോലെ ഒരു കാലത്ത് കമ്മ്യൂണിറ്റിയിൽ നല്ല ഹൈപ്പിൽ നല്ല കത്തി നിന്നൊരു പെർഫ്യൂമാണ് ടോം ഫോർഡിൻ്റെ ടസ്കൻ ലെതർ. എൻ്റെ കയ്യിലുള്ളത് 50 ml വിൻറ്റേജ് ബാച്ചാണ്. ഇത് 1.5 കൊല്ലമായിട്ട് എൻ്റെ കയ്യിലുണ്ട് ആക്ച്വലി. പിന്നെ ഇതൊരു കളക്ടർ പല സാഹചര്യം കൊണ്ട് സെയിൽ ചെയ്തപ്പോൾ നമുക്ക് ഇത് ആക്ച്വലി അത്ര ഇഷ്ടപ്പെട്ട ഒരു സെൻ പ്രൊഫൈലൊന്നും നല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് ഇൻഫാക്ട് നമുക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ ഞാനത് സീസ് ചെയ്ത് ഓപ്പർച്യൂണിറ്റി ഗ്രാസ്പ് ചെയ്തിട്ട് ഞാനത് വാങ്ങിച്ചു എന്ന് മാത്രം. അങ്ങനെ വിൻറ്റേജ് ബാച്ചൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കുറോസ് തന്നെയുള്ളൂ എൻ്റെ കയ്യിൽ വിൻറ്റേജ് ബാച്ച്. കുഴപ്പമില്ല, നല്ലൊരു പെർഫ്യൂമും. ഞാൻ ഇതിൻ്റെ ഇതൊക്കെ പറഞ്ഞു തരാം. ഇതാണ് ബോട്ടിൽ, ബോക്സും കാര്യങ്ങളും. ഇങ്ങനെ ബാച്ച് കോഡ് A35 3511, ഇതിലും A35. ഇത് ടോം ഫോർഡിൻ്റെ സാധാ ജനറിക് ആയിട്ടുള്ള അത് തന്നെയാണ്. ഇനി ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളും പറഞ്ഞു തരാം. കാരണം ഇതിനെ അത്രത്തോളം അങ്ങോട്ട് ആകർഷിച്ചിട്ടുള്ള ഒരു പെർഫ്യൂമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ സ്ലൈറ്റ്ലി ഡിസിൻട്രസ്റ്റഡ് ആണ്. ഈ ഒരു വീഡിയോ അങ്ങനെ പോകുന്നു മാത്രം. പക്ഷേ ഇതിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതിൻ്റെ സെൻ പ്രൊഫൈല് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ഒന്നും തോന്നരുത്, നമുക്ക് നമ്മുടെ പെർസ്പെക്റ്റീവ് പറഞ്ഞു പോകുന്നു മാത്രം. ഞാൻ ഇതിൻ്റെ നോട്ട്സ് ആദ്യം പറഞ്ഞു തരാം, എന്നിട്ട് എന്ത് ഫീലാണ് ഇതൊക്കെ വരിക. ഇതിൻ്റെ ഓപ്പണിങ് അടിപൊളിയാണ്, പക്ഷേ ഡ്രൈ ഡൗണും ബേസ് നോട്ടും ഒക്കെ എന്തൊക്കെ അങ്ങോട്ട് പിടിച്ചിട്ടില്ല. ഇതിൻ്റെ ടോപ്പ് നോട്ടിൽ റാസ്ബെറി, സാഫ്രോൺ, തൈം. മിഡിൽ നോട്ട്സിൽ ഒലിബാനം, ജാസ്മിൻ. ബേസ് നോട്ടിൽ ലെതർ, സ്യൂട്ട്, വുഡി നോട്ട്സ്, ആംബർ. അതൊന്ന് കയ്യിലടിക്കട്ടെ കേട്ടോ. ഇതിൻ്റെ ഓപ്പണിങ് നല്ല രസമുള്ള ഓപ്പണിംഗ് ആണ് കേട്ടോ. അത് പറയേണ്ട കാര്യം തന്നെ, എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ഓപ്പണിങ് അടിപൊളിയാണ്. ഫ്രൂട്ട് ഓപ്പണിങ്ങിൽ നമ്മൾ വിചാരിക്കും ഇതിലെവിടെ ലെതർ, ഇതിലെന്താ ലെതർ, ടസ്കൻ ലെതർ എന്ന് പേര് കൊടുത്തിട്ടുള്ളത്. കാരണം ഓപ്പണിങ്ങിൽ ലെതറിൻ്റെ ടച്ചേ ഇല്ല. ഈ പെർഫ്യൂമാണ് കറക്റ്റ്. നമ്മൾ ഓപ്പണിംഗ് നിന്ന് ഡ്രൈ ഡൗണിക്ക് മാറുമ്പോൾ ആനയും പാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്, സത്യം പറയാം. മറ്റേത് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റാണ്. ഓപ്പണിംഗ് നിന്ന് ഡ്രൈ ഡൗണിക്കുള്ള ആ ട്രാൻസിഷൻ. ഓപ്പണിങ്ങിൽ റാസ്ബെറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബെറി നോട്ട്, അത് ഞാൻ സ്ക്രീൻഷോട്ട് കൊടുക്കാം. അത് പേഴ്സണലി അറിയുന്ന ബെറി ഒന്നുമല്ല, പക്ഷെ അതിൻ്റെ സ്മെല്ലാന്ന് പറയുക. ആൾക്കാർ ഇങ്ങനെ കുറേ റിവ്യൂസ് കണ്ടപ്പോൾ അത് തന്നെ ആയിരിക്കും എന്ന് ഞാൻ അങ്ങോട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ട് പറയാണ്. ആ ഒരു ഫ്രൂട്ടി നോട്ട് നല്ല ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സ്മോക്കിനെസ് കുറച്ചുണ്ട്, പക്ഷേ ലെതറിൻ്റെ സ്മോക്കിനെസ് അല്ല, ആ ഫ്രൂട്ടിനെസ്സിനെ ഒന്നും കൂടി പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്മോക്കിനെസ്. ലേഡീസിനൊക്കെ ഇതിൻ്റെ ഓപ്പണിങ് നന്നായിട്ട് ഇഷ്ടപ്പെടും തോന്നുന്നുണ്ട് കേട്ടോ. ഓപ്പണിങ് നല്ല ഭംഗിയുള്ള ഓപ്പണിംഗ് ആണ് കേട്ടോ. പക്ഷേ ഈ ഓപ്പണിങ് ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് ഡ്രൈ ഡൗൺ ബേസ് നോട്ട് പോകുന്നു വിചാരിക്കരുത്. ഇതിൻ്റെ മിഡിൽ നോട്ടിക്ക് ഇത് മാറുമ്പോൾ കുറച്ച് ലെതർ കയറി വരും. ബേസ് നോട്ടിക്ക് പോകുമ്പോൾ ഒരു മുഷിഞ്ഞ ലെതറാണ്. അതാണ് ഇതിൻ്റെ ഒരു ഇക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഡ്രോബാക്ക്. നമുക്കൊരു സിഗരറ്റ് അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഒരു സിഗരറ്റ് അല്ലെങ്കിൽ ഒരു മുഷിഞ്ഞ ലെതർ അല്ലെങ്കിൽ എന്തോ ഒരു തല്ലിപ്പൊളി സാധനം പോലെ ഫീൽ ചെയ്യും ഡ്രൈ ഡൗണൊക്കെ പോകുമ്പോൾ. അതാണ് ഇനി പെർഫ്യൂം ഞാൻ അധികം അടിച്ചിട്ടില്ല. ഇതിങ്ങനെ എടുത്ത് വെക്കാറുപരി ഇത് അടിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ കൂടുതലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനുള്ള എക്സ്പീരിയൻസ് കുറവാണ്. ഇതിൻ്റെ സെൻ പ്രൊഫൈൽ പറഞ്ഞുതരാൻ കഴിയും. അല്ലാതെ ഇത് നിങ്ങൾക്ക് ലെതർ പെർഫ്യൂംസൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പെർഫ്യൂം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 50 ml 20K ഒക്കെ പ്രൈസ് ഉണ്ട്. വാങ്ങിക്കണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സെൻ പ്രൊഫൈലാണ് സാറേ. ഇത് ഇഷ്ടമുള്ള ആൾക്കുണ്ടാവട്ടെ, നിങ്ങളൊന്നും ഒഫൻഡ് ആക്കിയിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് മാത്രം പറയാൻ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്തോളിട്ട്, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഇതെന്തൊക്കെ അങ്ങനെ സ്പാർക്കായിട്ടില്ല.
ഓപ്പണിങ് രസമുണ്ട്. ഓപ്പണിങ് ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മുഷിഞ്ഞ എന്തോ ഒരു തല്ലിപ്പൊളി ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട്. ജ്യൂസ് ക്വാളിറ്റി അത് ഞാൻ പറയേണ്ട കാര്യമാണ്. ഇതിൽ എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള കാര്യം ഇതിൻ്റെ ജ്യൂസ് ക്വാളിറ്റിയാണ്. ഇതിൻ്റെ ജ്യൂസ് ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ജ്യൂസ് ക്വാളിറ്റി, ഗുച്ചിയുടെ ജ്യൂസ് ക്വാളിറ്റി, അതേപോലെ ഷോഫാർഡിൻ്റെ ജ്യൂസ് ക്വാളിറ്റി, YSLൻ്റെ വേണ്ട അതിൻ്റെ താഴെ നിൽക്കുള്ളൂ, അതേപോലെ ഇതിൻ്റെ ജ്യൂസ് ക്വാളിറ്റി ഒന്നും മടുപ്പിക്കാത്ത ജ്യൂസ് ക്വാളിറ്റിയാണ്. നമുക്കെടുത്ത് കുടിച്ചാലോ തോന്നും. പച്ചവെള്ളം, കാരണം അതിൽ ഓയിൽ മറ്റേ എന്തോ നമുക്ക് ഒരു പ്രത്യേക ഫീലാണ് ഇതിൻ്റെ ജ്യൂസ്. ശരിക്ക് ചിലപ്പോൾ ഈ അർമാഫിൻ്റെ പെർഫ്യൂംസ് കയ്യിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഒരു ചൊറി വരലുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു അൺകംഫർട്ടബിൾ. അത് ചില പെർഫ്യൂംസ്, അർമാഫിൻ്റെ പെർഫ്യൂംസ്, അറബിക് പെർഫ്യൂംസ്, എന്നാൽ അത് മർജിൽ ബിൻഷേക്കിലേക്ക് ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ മർജ് അടിച്ചാലൊന്നും സ്കിന്നിൽ അടിച്ചാലൊന്നും പ്രശ്നമില്ല. ബട്ട് നമുക്ക് ഈ പക്ഷേ മറ്റേ ഫ്രഞ്ച് പെർഫ്യൂംസ് അടിച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടില്ല. അറബിക് പെർഫ്യൂംസ് അടിച്ച് കഴിഞ്ഞാൽ സ്കിന്നിലൊരു ഇറിറ്റേഷനും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതിവിടെ ഇടയിൽ കൂടെ പറഞ്ഞെന്ന് മാത്രം. അത് ചില ആൾക്ക് ഉണ്ടാവും, ചില ആൾക്ക് ഉണ്ടാവില്ല അങ്ങനെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ടെസ്കൻ ലെതറിൻ്റെ ജ്യൂസ് ക്വാളിറ്റി അടിപൊളിയാണ്. ജ്യൂസ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി, നമ്മൾക്ക് ബെഞ്ച് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജ്യൂസ് ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്തു. എൻ്റെ കയ്യിൽ കുറേ പെർഫ്യൂംസ് ഉണ്ടെങ്കിലും ഗുച്ചി ഗിൽറ്റി ആബ്സലൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമിൻ്റെ ജ്യൂസ് ക്വാളിറ്റി, അതേപോലെ അത് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മടുപ്പിക്കില്ല, നമുക്ക് എടുത്ത് കുടിച്ചാലോ തോന്നും. കാരണം അത്ര സ്മൂത്തായിട്ടുള്ളൊരു ജ്യൂസ് ക്വാളിറ്റി നമുക്ക് ഫീൽ കിട്ടും. ക്വാളിറ്റിയുള്ള പെർഫ്യൂമാണ് ടോം ഫോണിൻ്റെ ടെസ്കൻ ലെതർ. ഇതിൻ്റെ പുതിയ ബാച്ചും ഞാൻ സെഫോറിൽ നിന്ന് ട്രൈ ആക്കിയിട്ടുണ്ട്. പഴയ ബാച്ച് ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് പെർഫോമൻസ് ഒന്നും കുഴപ്പമില്ല കേട്ടോ. പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ രാത്രി അടിക്കാൻ പറ്റുന്ന പെർഫ്യൂമാണ് കൂടുതലും. പകലടിക്കാണ്ടിരിക്കണമെന്ന് നല്ലത്. രാത്രി അടിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ദിവസം മുഴുവൻ നമ്മൾ രാത്രി എത്ര നേരമാണോ ആ ഷർട്ട് ഇടുന്നത് അത്ര നേരം നിന്നിട്ടുണ്ട്. കൂടുതലായിട്ട് അസസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓപ്പണിങ്ങിൽ വിട്ട് കഴിഞ്ഞാൽ തീരെ പിടിക്കുന്നില്ല, അതാണ്. ഇൻഷാ അല്ലാഹ് ഈ പെർഫ്യൂം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വാങ്ങിക്കാം കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ പറയുന്നില്ല, ഇത് ബ്ലൈൻഡ് ബൈ അല്ല. ഇത് ടെസ്റ്റ് അടിച്ചിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഇത് ലോങ്ജിവിറ്റി ഉണ്ടോ, പ്രൊജക്ഷൻ ഉണ്ടോ നോക്കുക. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം തലവെക്കുക. അതല്ലെങ്കിൽ ടോം ഫോർഡിൻ്റെ ഓംബ്രെ ലെതർ, അല്ലെങ്കിൽ ഊത് മിനറൽ. ഡിഫറെൻറ്റ് സ്മെല്ലാണ്. ഒരു സ്പെഷ്യൽ കാറ്റഗറി ഓഫ് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാവണം. ഞാൻ ഗുച്ചി ഗിൽറ്റി ആബ്സലൂട്ടിൽ പറഞ്ഞ പോലത്തെ ഒരു സെൻറ്റ് പ്രൊഫൈലാണ് ഊത് മിനറൽ. അതേപോലെ ആ ടോം ഫോർഡും ചിലപ്പോൾ വാങ്ങിക്കുന്ന ആളുകൾ അങ്ങനെ ആ പെർഫ്യൂംസൊക്കെ നിങ്ങൾക്ക് ട്രൈ ആക്കിയിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഇത് നല്ല നാച്ചുറൽ ബ്ലെൻഡ് ആയതുകൊണ്ട് തന്നെ ഓരോ സ്പെസിഫിക് ശരീരത്തിനനുസരിച്ച് ലാസ്റ്റിങ്ങും ലോങ്ജിവിറ്റി പ്രൊജക്ഷനും മാറിയിട്ട് ഇങ്ങനെ കിടക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലോങ്ജിവിറ്റി പ്രൊജക്ഷൻ ഉണ്ട് എൻ്റെ സ്കിൻ ടൈപ്പ് ആകുമ്പോൾ. പക്ഷേ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഇത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ തന്നെ അത് മാറി കിടക്കും. അപ്പോൾ നിങ്ങൾ പേഴ്സണലി ട്രൈ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിനെ മാത്രം എടുത്തോളൂ, അത്രേ ഉള്ളൂ. ഐക്കോണിക് പെർഫ്യൂമാണ്, ലെജൻഡറി പെർഫ്യൂമാണ്. പക്ഷേ നമ്മൾ സ്പാർക്ക് അടിച്ചിട്ടില്ല. എന്നാൽ ശരി, ബൈ.